സുപ്രീം കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുത്തു കേന്ദ്ര സർക്കാരിനെതിരെ. ഇവിടെ ഭയങ്കര പ്രചരണം, കേന്ദ്രത്തിനെതിരായി ആഞ്ഞടിക്കുകയാണ്. അപ്പം ഞാൻ ഡൽഹിയിൽ നിന്ന് ഈ OP, വലിയ OP ആണ്, റിട്ട് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നു. അത് മുഴുവൻ എടുത്ത് വായിച്ചു നോക്കി. എവിടെയെങ്കിലും ഈ 56,700 കോടി ഉണ്ട്? ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയിൽ റിട്ട് പെറ്റീഷൻ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുമ്പോൾ പറയണ്ടേ, ഞങ്ങൾക്ക് 56,700 കോടി കിട്ടാനുണ്ട്, 1, 2, 3 ഇതാണ്. മിണ്ടി കൊടുത്തില്ല. അവിടെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അത് പറയാൻ പറ്റില്ലല്ലോ. സുപ്രീം കോടതി ചെന്നാൽ സുപ്രീം കോടതി പിടിക്കില്ലേ? അപ്പോൾ പറഞ്ഞിരിക്കുന്നത് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം, ഇനിയും കടമെടുത്ത് കേരളത്തെ കുളമാക്കണം എന്നാണ് ആകെയുള്ള റിക്വസ്റ്റ്. അത് മാത്രമാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. വലിയ നീളത്തിൽ എഴുതി വെച്ചിട്ട് ഒറ്റ റിക്വസ്റ്റ് ആണ്, കടമെടുപ്പിന്റെ പരിധി വർദ്ധിപ്പിക്കണം. ഇപ്പോഴുള്ള ബാധ്യത എന്താ? എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിയില്ലേ? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ, ആശുപത്രി മരുന്നില്ല. എന്താ? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് കൊടുക്കുന്നവരുടെ വിതരണക്കാർക്ക് പൈസ കൊടുത്തിട്ടില്ല. മാവേലി സ്റ്റോർ കാലിയാണ്, എത്ര മാസങ്ങളായി. എന്താ? മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക്, വിതരണക്കാർക്ക് പണം കൊടുത്തിട്ടില്ല. 4,000 കോടി രൂപയാണ് സപ്ലൈകോയ്ക്കുള്ള കടം, സർക്കാരിന്റെ കടം. KSEB നിങ്ങൾ കേൾക്കണം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലാക്കി. ദൈവരൊക്കെ മന്ത്രിമാരെ ലാഭത്തിലാക്കി. നമ്മൾ മറന്നുപോയി, ഒരു യൂണിറ്റിന് 20 പൈസ കുറച്ചു കൊടുത്തു ലാഭത്തിലാക്കിയിട്ട്. അതുവരെയുള്ള കടങ്ങളൊക്കെ കുറെ വീട്ടി. 1957 മുതൽ 2016 നമ്മൾ ഇറങ്ങുന്നത് വരെയുള്ള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കട എത്രയാണെന്നറിയാമോ? 1083 കോടി രൂപ. അത്രയല്ലോ. ഇപ്പൊ 8 കൊല്ലം കൊണ്ട് കട എത്രയാണെന്നറിയാമോ? തലയിട്ടരുത്, 40,000 കോടി. അത്രയും പറ്റുള്ളൂ. 40,000 കോടി. ഇലക്ട്രിസിറ്റി ബോർഡ്, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കാര്യം ഞാൻ പറയണോ? ഏകദേശം തീരുമാനമായി. അതേപോലെ വാട്ടർ അതോറിറ്റിക്ക് 1,500 കോടിയാണ് സർക്കാർ കൊടുക്കാനുള്ളത്. നാട്ടുംപുറത്ത് പൈപ്പ് പൊട്ടിയാൽ പൈപ്പ് നന്നാക്കാൻ കോൺട്രാക്ടർമാരില്ല, അവർ സമരത്തിലാണ്. കാരണം അവർക്ക് മാസങ്ങളായി കൊടുത്തിട്ട് പൈപ്പ് പൊട്ടിയാൽ പൈപ്പ് റോഡിൽ വെള്ളം ഒഴുകി പോവാണ്. ഈ കൊടും ചൂടിൽ ആളുകൾ കുടിനീരിനായി വലയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 10, 40, 50 കൊല്ലം മുമ്പിട്ടിരിക്കുന്ന പൈപ്പാണ്. പൊട്ടിയാൽ പൊട്ടിയത് തന്നെ. നമുക്ക് ഇന്ന് പൈപ്പ് അടയ്ക്കാൻ അറിയില്ലല്ലോ. കോൺട്രാക്ടർമാർ സമരത്തിലാ. പണം ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ അവർക്ക് കൊടുക്കാനുണ്ട്. ഇത് തന്നെയാണ് ഓരോ വകുപ്പെടുത്താനുള്ള സ്ഥിതി. ഇത് തന്നെ കേരളത്തിനെ ഇത്രമാത്രം തകർത്തു തരിപ്പണമാക്കിയ ഒരു സർക്കാരില്ല. എന്നിട്ട് ഇവരൊന്നും ചെയ്യില്ല, ഒരു നടപടിയും ഇവരില്ല, ഒരു ആക്ടിവിറ്റിയും ഇല്ല. എന്താണ് ഗവൺമെന്റ് ചെയ്യുന്നത്? എന്തെങ്കിലും പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. മറ്റേ വനാതിർത്തിയിലുള്ള കൃഷി മുഴുവൻ നശിച്ചു. കിഴങ്ങ് കൃഷി മുഴുവൻ പന്നി റെഡിയാക്കി. വാഴയും മറ്റു കൃഷിയും ആന നശിപ്പിച്ചു. നാളികേരം കരിക്കിന്റെ പരുവാകുമ്പോൾ കുരങ്ങന് കയറിയിട്ടുണ്ട് പോകും. ഒന്നുമില്ല. ആന ഇറങ്ങി ആളുകളെ കൊല്ലുകയാണ്. എത്ര പേരാണ് കൊല ചെയ്യപ്പെട്ടത്? ഞങ്ങൾ നിയമസഭയിൽ ഗൗരവമായി ഉന്നയിച്ചു. ആ സ്ഥലങ്ങളിലൊക്കെ പോയ ആളുകൾ ഭീതിയിലാണ്. കടുവയും പുലിയും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ? ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? കൃഷി നശിച്ചിട്ട് പാല് കറന്നാണ് പാവങ്ങൾ ജീവിക്കുന്നത്. ആ പാല് വിൽക്കാൻ പോകാൻ പറ്റുന്നില്ല. പശുവിന് കൊടുക്കാൻ പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല. എവിടെയാണ് ഇത് പതുങ്ങിയിരിക്കണമെന്ന് അറിയാം. ഞങ്ങളിത് ഗൗരവത്തോടെ ഉന്നയിച്ചപ്പോൾ നമ്മുടെ വനം മന്ത്രി ചോദിക്കുക, ഞാൻ വനം മന്ത്രി ആയതുകൊണ്ടാണോ കാട്ടിൽ നിന്ന് ആന ഇറങ്ങണേന്ന്? പണ്ട് പറഞ്ഞ് മറ്റേ വണ്ടിയിൽ ഇവരൊക്കെ കൂടി യാത്ര ചെയ്യുന്ന ബസ് ഉണ്ടല്ലോ, അതിവിടെ മ്യൂസിയത്തിൽ കൊണ്ട് വെക്കണം എന്ന് പറഞ്ഞു AK ബാലൻ. ഇടയ്ക്ക് നല്ല തമാശ പറയുന്ന ആളാ ബാലൻ. സത്യത്തിൽ ബസ്സല്ല വെക്കേണ്ടത്, ബസ്സിൽ സഞ്ചരിച്ച ഈ പീസുകളെ കൊണ്ടാണ് മ്യൂസിയത്തിൽ വെക്കേണ്ടത്. വല്ല പ്രയോജനം ഈ നാടിനുണ്ടോ? ഇവരെ കൊണ്ട് വല്ല പ്രയോജനം ഈ നാടിനുണ്ടോ? എന്തെങ്കിലും കാര്യത്തിൽ അവരവരുടെ വകുപ്പുകളിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ? ഞാൻ സത്യത്തിൽ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നില്ല, വിസ്മയത്തോടു കൂടിയാണ് കാണുന്നത്. എങ്ങനെ പറ്റുന്നു ഇത്? ഈ അധികാര സ്ഥാനത്തിൽ ഇരുന്നിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കാൻ എങ്ങനെ കഴിയുന്നു? മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ പറ്റി പറയണ്ടല്ലോ. ഗുണ്ടകളാണ് കേരളം ഭരിക്കുന്നത്. ഗുണ്ടകൾ അവരാണ് തീരുമാനിക്കുന്നത്. ലഹരി മരുന്ന് മാഫിയ കേരളത്തിൽ അഴിഞ്ഞാടുകയാണ്. പോലീസിന്റെ കണക്ക് 2000-ഓളം ഗുണ്ടകൾ റോഡിലുണ്ടെന്നാണ്. നോക്കി നിൽക്കുകയാണ്. പേടിയാണ്. കാപ്പ ചുമത്താൻ പോലും പേടിയാണ്. പോലീസിന് പേടിയാണ്, കളക്ടർക്ക് പേടിയാണ്. അത്രയും വലിയ ഗുണ്ടകളാണ് ഈ തിരുവനന്തപുരത്ത്. സർക്കാരിന്റെ മൂക്കിന് താഴെ എത്ര ക്രൂരമായ അതിക്രമങ്ങളാണ് നടന്നത്. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം വീടുകൾ ആക്രമിക്കപ്പെട്ട കാലം ഉണ്ടായിട്ടുണ്ടോ?
ആളുകൾ ഭീതിയിലാണ്, ഭയമാണ്. അപ്പൊ ഗുണ്ടകൾ വീട് തല്ലി തകർക്കുകയാണ്. ഞാൻ തന്നെ എത്ര വീട്ടിൽ പോയി, ഗുണ്ടകൾ തല്ലി തകർത്ത വീടുകൾ. പോലീസ് നിസ്സഹായരായി നിൽക്കുന്നു. കാരണം അവരുടെ കൈകാലുകൾ കെട്ടപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് ഭരിക്കുന്നത്. എന്ത് ക്രമസമാധാനം അവർക്ക്? എന്ത് ക്രമസമാധാനം? അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്നുണ്ടോ? ടീച്ചേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നുണ്ടോ? മേജറായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ഒന്നും നടക്കുന്നില്ല. എല്ലാം ബാക്ക്ഡോർ അപ്പോയിന്റ്മെന്റാണ്. സ്വന്തക്കാരെ തിരികെ കയറ്റുക. കുറെ നാൾ കഴിയുമ്പോൾ അവരെ റെഗുലറൈസ് ചെയ്യാണ്. എവിടെ സംവരണം? ഒരു സംവരണം ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇത് അഹങ്കാരത്തിന് മാത്രം ഒരു കുറവുമില്ല. അത് മാത്രമാണ് കൈമുതലായിട്ടുള്ളത്. ധിക്കാരത്തിന് ഒരു കുറവുമില്ല. അത് മാത്രം കൈമുതലായി മുന്നോട്ട് പോകും. കേരളം മുഴുവൻ അതിശക്തമായ അമർഷവും പ്രതിഷേധവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ അവിടെ കുറെ സർക്കാർ വിലാസ സംഘടനകളുണ്ടല്ലോ, ഇവരൊന്നും മഷി നോക്കിയിട്ട് കാണാനില്ലല്ലോ. ഇപ്പോ എവിടെ പോയി ഈ സാധനങ്ങളൊക്കെ? നമ്മുടെ സർക്കാരെങ്ങാൻ കേരളം ഭരിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഈ സെക്രട്ടേറിയറ്റിലൊക്കെ? എവിടെ പോയി അവരൊക്കെ? ഈ സർക്കാർ വിലാസ സംഘടനകളെല്ലാം ഒരു പരാതിയില്ല ജീവനക്കാർ. ഞാൻ കരുതുന്നു ഭയന്നിട്ടാണ്. ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുക. നിങ്ങൾ നിർഭയരായിട്ടാണ് ഈ സമ്മേളനത്തിൽ കടന്നു വന്നത്. വന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ച് വന്നവരാ. ഈ പേമാരി പെയ്യുമ്പോഴും നിങ്ങൾ കടന്നു വന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ. കുറെ ആളുകൾ ഭയന്നിട്ടാണ് വരാത്തത്. അവരൊക്കെ ഇലക്ഷൻ നമുക്ക് വോട്ട് ചെയ്താണ്. അതുകൊണ്ട് വഴക്കൊന്നും പറയണ്ട. കാണുമ്പോൾ രഹസ്യമായിട്ട് വോട്ട് ചെയ്താണ്. നമുക്ക് ഒരു സംശയം വേണ്ട. ഈ പ്രാവശ്യം അങ്ങനെ ഇഷ്ടംപോലെ വോട്ട് കിട്ടിയിട്ടുണ്ട്. എണ്ണുമ്പോൾ കാണാം. നോക്കിക്കോ നിങ്ങൾ. നമ്മുടെ കണക്കിലൊന്നും പെടാത്ത ഇഷ്ടം പോലെ വോട്ട് കിട്ടും. ഞാൻ എല്ലാ പൊതുയോഗങ്ങളിലും കേരളത്തിൽ പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ വഴക്കൊന്നും ഉണ്ടാക്കരുത്. കാരണം എന്താ? അവരിപ്രാവശ്യം നമുക്കാ വോട്ട് ചെയ്തത്, നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ധിക്കാരത്തിനൊരു താക്കീത് കൊടുക്കാൻ അവർക്ക് മനസ്സിലായി. നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ബംഗാളിൽ അവസാന കാലത്തുണ്ടായതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കതാ പിണറായി വിജയനോട് ഇഷ്ടം. ഇത് കുഴിച്ചു മൂടി വാഴ വെച്ചിട്ട് പുള്ളി പോവുള്ളൂ. അത് തീർത്തിട്ടേ പോവുള്ളൂ. എനിക്ക് ഏക താല്പര്യം അദ്ദേഹത്തിനുള്ളതാണ്. ഇതിന്റെ അന്തകനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തീർത്തിട്ടേ പോവുള്ളൂ. അതിന്റെ നടപടികളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ വളരെ ജാഗരൂകരായി ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന സംഘടനയാണ്. ഞാൻ നിഷാദിനെയും സഹപ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ശമ്പളം മുടങ്ങിയപ്പോൾ, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിർഭയരായി നിന്നുകൊണ്ട് ആ സമരത്തിന്റെ മുന്നണിയിൽ കേരളത്തിലെ മുഴുവൻ സംസ്ഥാന ജീവനക്കാർക്കും മാതൃകയായി സമരം നയിച്ച ഈ സംഘടനയെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ 59ാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.